മറ്റ് സ്റ്റുഡൻസുമായിട്ട് അടിയുണ്ടാക്കുന്നതിനും, ഉച്ചത്തിൽ പാട്ട് പാടുന്നതിനും, രാത്രി വൈകി എത്തുന്നതിനുമൊക്കെ ഒരു കോളേജ് സ്റ്റുഡൻസിനെ ജയിലിൽ അടച്ചാൽ എങ്ങനെയിരിക്കും? ഇപ്പോഴാണേൽ ആ കോളേജ് പോലും ബാക്കി കാണില്ല, അല്ലേ? എന്നാൽ 1913 വരെ ഇതുപോലെ സ്വന്തമായൊരു ജയിലുണ്ടായിരുന്ന ഒരു യൂണിവേഴ്സിറ്റി ജർമ്മനിയിലുണ്ട്. ജർമ്മനിയിലെ ഏറ്റവും പഴക്കമുള്ള യൂണിവേഴ്സിറ്റിയായ ഹൈഡൽബർഗ് യൂണിവേഴ്സിറ്റിയിലാണ് പണ്ട് ഈ വിചിത്രമായ ആചാരം നിലനിന്നിരുന്നത്. 1300-കൾ തൊട്ട് ഒന്നാം ലോക മഹായുദ്ധം വരെ ഹൈഡൽബർഗിലെ യൂണിവേഴ്സിറ്റിയിൽ ഈ ജയിൽ നിലവിലുണ്ടായിരുന്നു. കുരുത്തക്കേട് കാണിക്കുന്ന സ്റ്റുഡൻസിനെ നിലയ്ക്ക് നിർത്താനായി സ്വന്തമായി നിയമം നടത്താൻ അവകാശമുണ്ടായിരുന്നു ഹൈഡൽബർഗ് യൂണിവേഴ്സിറ്റിക്ക്. അതിന്റെ ഭാഗമായാണ് സ്റ്റുഡന്റൻ കാസ്റ്റർ അഥവാ സ്റ്റുഡന്റ് ലോക്കപ്പ് യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടായിരുന്നത്. ചെയ്യുന്ന കുറ്റത്തിന്റെ തീവ്രത അനുസരിച്ചായിരുന്നു ശിക്ഷാ കാലാവധി. അപ്പോൾ എന്തൊക്കെയാണ് ഈ സാധാരണ കുറ്റങ്ങൾ? സിറ്റിയിൽ ഉച്ചത്തിൽ പാട്ടുപാടി നടക്കുക, വെള്ളമടിച്ച് അലമ്പുണ്ടാക്കുക, പോലീസുകാരുടെ തൊപ്പി അടിച്ചുകൊണ്ട് പോവുക, അങ്ങനെ എന്തുമാകാം. തടവിലാണെങ്കിലും പഠിത്തത്തിൽ നിന്ന് മോചനമില്ല. സ്റ്റുഡന്റ് പ്രിസണേഴ്സ് എന്തായാലും ക്ലാസ് അറ്റൻഡ് ചെയ്തിരിക്കണം. തടവറവാസത്തിൽ ജയിൽ ചുമരുകളിൽ പടം വരയ്ക്കുന്നതും കവിതകൾ എഴുതുന്നതും വിദ്യാർത്ഥികളുടെ നേരമ്പോക്കായി മാറി. പതുക്കെ പതുക്കെ ഒരിക്കലെങ്കിലും ഈ സ്റ്റുഡന്റ് ജയിലിൽ കിടന്നില്ലെങ്കിൽ ഒരു കുറച്ചിലാണെന്ന രീതിയിലായി ഈ യൂണിവേഴ്സിറ്റിയിൽ. അതിനായി സ്പെഷ്യൽ കുറ്റങ്ങൾ ചെയ്ത് വിദ്യാർത്ഥികൾ അകത്ത് കിടക്കാൻ തുടങ്ങി. പെൺകുട്ടികളെ 1900s മുന്നേ വരെ തടവിലാക്കാറില്ലായിരുന്നു. എന്നാൽ 1900s അതും വേണ്ടി വന്നു. പിന്നല്ല, എല്ലാത്തിലും ഇക്വാലിറ്റി വേണമല്ലോ. അന്നത്തെ വീരന്മാർ വരച്ച പടങ്ങളും കവിത എഴുതിയ ചുമരുകളും ഇന്നും അതേപോലെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. തടവറ ആണെങ്കിലും നല്ല സൗകര്യമുള്ള സ്പേഷ്യസ് ആയ മുറികളാണെല്ലാം. 1-2 ദിവസം കിടക്കാൻ തെറ്റില്ലാത്തൊരു സ്ഥലം. കേരളത്തിൽ ഇങ്ങനൊരു ജയിലുണ്ടെങ്കിൽ പിള്ളേരൊക്കെ എന്ത് തെറ്റുകൾക്കായിരിക്കും ശിക്ഷിക്കപ്പെടുക?